BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷൈജു നമുക്ക് പോകേണ്ട. ഷൈജു, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ഒരു ചായ കൂടെ ആവാം. പിന്നെ അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഷൈജു, നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം വലിയ പ്രതികരണമാണ്. BJP നേതാക്കളും എല്ലാവരും നല്ല പ്രതികരണവും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. ലഹരിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം ഹോസ്റ്റലിലെ കഥ നമ്മൾ ഇന്നലെ ത്രാസ് വെച്ച് വിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടികളുടെ മനസ്സിൽ ഇത് വല്ലാത്ത രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ നമുക്കിതിൻ്റെ വേരെടുക്കാം? ചായ കുടിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഏതാ, ഷുഗർ ആകാമോ? വിത്തൗട്ട് ആണോ? അപ്പം 2 ടീ സാർ, അങ്ങേക്ക് ഒരു ചായ ആവാം. ഞാൻ നോമ്പുണ്ട്. മാത്രമല്ല ചായ കട സ്വന്തമാണ്, പെങ്ങളുടെ മകൻ്റെയാണ്. സോറി, ഉടമയെടുത്താണ് നമ്മൾ ചോദിച്ചത് ചായ വേണോ എന്നുള്ളത്. എങ്കിലും സന്തോഷം. അപ്പം നോമ്പിലാണല്ലോ. ഓക്കെ, അപ്പം ഞങ്ങൾ ചായ കുടിച്ചോട്ടെ. അപ്പം രണ്ട് ചായ. അപ്പോൾ പറഞ്ഞോട്ടെ ഷാജു, എങ്ങനെ നമുക്കിതിനെ പിടിച്ചെടുക്കാം? ഈ ക്യാമ്പയിൻ വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ചിന്താധാര സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. കാരണം ഇത് തടയേണ്ടതാണ്. ഏത് വിധേനയും ഈ ലഹരി പദാർത്ഥങ്ങളെ തടയേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം സാധാരണ ജനങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകൾക്കും ഈ ഡോക്ടർ അരുൺ സാറിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയ്ക്ക്, ഈ വണ്ടിക്ക് എല്ലാവിധ ആശംസകളും എല്ലാ പിന്തുണയും ഞാൻ നൽകുകയാണ്. പണ്ട് കാലത്ത് നമ്മൾ പറയായിരുന്നു, RSSൽ പ്രവർത്തിക്കുന്ന ആളുകൾ മദ്യപിക്കില്ല, പുകവലിക്കില്ല, അത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്ന് നാട്ടിൽ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ ഏതെങ്കിലും സംഘടനകളോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുക, അതിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എങ്കിൽ പോലും ആ രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ വരാതിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാവുന്നു, പ്രത്യേകിച്ച് കോളേജുകളിൽ, അല്ലേ? അല്ല, രാഷ്ട്രീയവാദത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയവാദമൊന്നുമില്ല. കാരണം ഇവിടുത്തെ യൂത്ത് ഇപ്പോൾ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയ ഒരു സമൂഹം യൂത്തായിരുന്നു. അപ്പോൾ രാഷ്ട്രീയവാദം യൂത്തിലില്ല. ഇപ്പോൾ ടെക്കികളായിട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുവെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ എവിടെയോ നമ്മുടെ സമൂഹത്തിന് വഴിതെറ്റിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കലകൾ കൊണ്ട് മറ്റെല്ലാം സമ്പുഷ്ടമായ ഒരു പ്രദേശം. എനിക്ക് തോന്നുന്നു മറ്റെങ്ങുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നിശാ പാർട്ടികൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. കൊച്ചിയിൽ നിശാ പാർട്ടികൾ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാർ ലൈസൻസുകളൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ബാർ ഹോട്ടലുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹബ്ബുകളൊക്കെ ഒരുപാട് ഇവിടെ അതിന് ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുറന്നു പറയുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും ഈ വിങ്ങുകളെ, ഈ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കൊച്ചിയിലുണ്ട്. അത് പോലീസിലുണ്ട്, എക്സൈസിലുണ്ട്. അത് തുറന്നു പറയാതെ നിർവാഹമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഇന്നലെ ഒരാളിപ്പോൾ പറയായിരുന്നു, കലൂരിലൊക്കെ ഈ റെയ്ഡ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഭാഗം അങ്ങ് ക്ലീൻ ആവും എന്ന് പറയുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം വളരെ കുറച്ച് വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊതുവേ വിചാരിക്കുന്നത് എല്ലാം സർക്കാർ ചെയ്യണം എന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. ഞാനും ഒരുപക്ഷെ സർക്കാർ അതിന് മുൻകൈ എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ സർക്കാർ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതിന് പരിഹാരമാകും. പ്രത്യേകിച്ച് ഈ രാസലഹരി, കള്ളിനെക്കാട്ടും അതിഭയാനകമായിട്ടുള്ള രാസലഹരിയാണ് ഇപ്പോൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് MDMA ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു കേസുമായി വന്നപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗോവയിലൊരു പാർട്ടിക്ക് പോയപ്പോൾ ആദ്യമായി ഉപയോഗിച്ചത്. കാരണം തുള്ളാൻ വേണ്ടി നിശാ പാർട്ടിയിൽ ഗോവയിൽ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണല്ലോ നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. അവിടെ നിശാ പാർട്ടിയിൽ തുള്ളാൻ വേണ്ടി, അവിടെ ആ സന്തോഷ ലഹരിയിൽ ആടാറാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി. അദ്ദേഹം അതിൻ്റെ സ്ഥിരം അതിന് ഉപയോഗിക്കുന്നു. അവസാനം ഇപ്പോൾ ജയിലിലാണ്. ഇത് നമ്മൾ ഇറങ്ങി ഇത് പിടിക്കാതെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താതെ രക്ഷയില്ല. അല്ല, ബോധവൽക്കരണം വീടുകളിൽ നിന്ന് തുടങ്ങണം. ബന്ധങ്ങൾ അതെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാർ തലത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനൊരു വലിയൊരു ശക്തമായ ക്യാമ്പയിൻ ഇതിന് ആവശ്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് പോകാതെ വരണം. അവർ മറ്റു വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റു മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ ശ്രദ്ധ കൊണ്ടുപോകണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നൊരു അഭിപ്രായം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബ ഭദ്രതയുണ്ടാവുക, അവരെ മറ്റു മേഖലകളിലേക്ക് അവരുടെ ലഹരി തിരിച്ചുവിടുക എന്നുള്ളതാണ്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞത് അതാണ്. ഇപ്പോൾ സ്കൗട്ടാണെങ്കിലും NCC ആണെങ്കിലും, ഇനി കലാപരമായിട്ടാണെങ്കിലും അങ്ങനെ, കായികമായിട്ടാണെങ്കിലും അങ്ങനെ, ആ പുതിയ ലഹരിയിടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുക എന്ന് മാത്രമാണ് മാർഗം. താങ്ക് യു ഷൈജു. രാവിലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് രാഷ്ട്രീയം പാടില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല. മിനിസ്റ്റർ മുഹമ്മദ് റിയാസും ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റും പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ കുറ്റവാളികൾ ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. പിടിക്കുന്ന കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് രാസലഹരിയുടെ കൗണ്ട് ഒരു സമയം വലിയ തോതിൽ കുറഞ്ഞ് അത് 2 കിലോ ആയി വരുന്നു. 10 കിലോ പിടിച്ചോ എന്ന് പറയുന്നത്. പക്ഷെ 2 കിലോ ആയി മാറിയെന്നാണ് അവസാനം പോലീസിൻ്റെ മഹസറിലും സീൻ മഹസറിലും അല്ല ബന്തോബസ്തെടുക്കുന്ന തൂക്കം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പാടില്ല. ഇതിൽ രാഷ്ട്രീയം പാടില്ല. മുഖം നോക്കാതെ
നടപടിയെടുക്കണം. കുറ്റക്കാർക്കെതിരെ താക്കീതുണ്ടാണ്, ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തോന്നിയാൽ എനിക്ക് നിയമത്തെ അനുസരിക്കാനും നിയമാനുശാസിച്ച് ജീവിക്കാനും ഉള്ളൊരു പ്രതീക്ഷ തന്നെയാണ് യുവാക്കളിലുള്ളത്. അതുകൊണ്ട് അതൊരു പ്രതീക്ഷ. ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനെതിരാണ്, ശക്തമായിട്ടുള്ള നിലപാടുകളാണ്. സന്തോഷം. നല്ല ചായ ആയിരുന്നു. അപ്പോൾ ഒരു ഗവർണൻസ് കൂടെ കുടിച്ചിട്ട് പോവാം, തിരക്കുള്ളത് കൊണ്ടാണ്. ചായ നല്ലതാണ്, സമയമില്ല. ചായ തന്നില്ല, സൂപ്പർ ചായ. പിന്നെ ഒരു സജഷൻ ഉണ്ട്, ഈ ഓടുന്ന വാഹനങ്ങൾ ഞാനാണ് അതിനെ പൊക്കിയെടുക്കാൻ നോക്കിയത്. നമ്മൾ ഇന്നലെ അപകടം നടന്ന സമയത്ത് നേരിട്ട് കണ്ടയാളാണ് അല്ലേ? ഞാൻ ഒച്ച കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കായിരുന്നു, ഞാൻ തിരക്ക് ടൈമായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് അടിയിൽ കുട്ടിയുടെ സ്ത്രീയുടെ മേലെ കയറിയിരിക്കുന്നത് വണ്ടി ഈ അരഭാഗത്ത്. ഏത് ഭാഗത്താണ് നടന്നത്? ഇവിടെ ബാക്കിൽ അവിടെ ആ വണ്ടി, നിങ്ങളുടെ ആ വണ്ടി കിടക്കുന്ന ആ കാറ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കണാണ്. അത് തന്നെ അവിടെ തന്നെ. അവിടെ നിന്ന് ഒരച്ചുമുണ്ടെന്നോ. രണ്ട് ബസ്സുകളും ഒരേ ഉടമയുടെ ബസ്സുകളാണ്. ആ ബസ്സുകൾ തമ്മിലാണ് ഈ മത്സരം നടന്നത്. അതിലെ യാത്രക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ലേഡീസ് പറഞ്ഞത് ഹൈക്കോർട്ടിൻ്റെ ആ ടേണിങ് ഇവർ വളച്ചത് പേടിച്ച് ഒച്ചെടുത്ത് പോയി എന്ന് പറയണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ മിനിസ്റ്റർ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. വരുന്ന ഈ ഡ്രൈവേഴ്സിനെ ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. കാരണം ഇവർ ലഹരിക്ക് അടിമയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ അതിൽ നിന്ന് മനസ്സിലായത്, തടഞ്ഞു നിർത്തിയ ആളുകളെ സാധാരണക്കാരെ അമ്മക്ക് വിളിച്ചുകൊണ്ടിട്ട് ഭീഷണിപ്പെടുത്തി, നിന്നെ ഒന്നും വെച്ചേക്കില്ല എന്നും പറഞ്ഞിട്ട് അടിക്കാൻ നിന്ന് പോലീസിന്റെ മുമ്പിൽ നിന്ന് തന്നെ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡ്രൈവർമാരെയും ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു ഷൈജു. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് ലബി? നമ്മൾ മഹാരാജാസ് കോളേജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ പൊളിറ്റിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്നുണ്ട് സുധി അലക്സ്. ദെൻ അർച്ചന സി, മിനിസ്റ്റർ ഈസ് റൈറ്റ് ദെയർ ടു ട്രെൻഡ് ടു പെയിന്റ് ഓൾ യങ് ജനറേഷൻ as drug addict. അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ കുട്ടികളും മോശക്കാരല്ല, ഒരു കുട്ടിയും മോശക്കാരല്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷെ അവരെ മോശക്കാരാക്കി മാറ്റുന്നത് ഈ വ്യവസ്ഥയാണ്. നമസ്കാരം. വന്നാട്ടെ. എവിടുന്നാ വരുന്നത്? ഞാൻ ചെറായിട്ടാണ്. ചെറായി. നമസ്കാരം. വന്നാട്ടെ. ചെറായിയാണോ? അല്ല, വൈകിട്ടവനക്കാട്. എന്താ പരിപാടി നിങ്ങള്? ഞാൻ CS ചർച്ചിലാണ്, ഇവർ രണ്ടുപേരും ബാങ്കിലാണ്. ബാങ്കിലോ? രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണോ? അതെ. ആണോ? എങ്ങനെ ബസ്സിലാണോ ഇവിടെ വരുന്നത്? ബസ്സിലാണ്. ബസ്സിന്റെ ഇത്തിരി ഓവർ സ്പീഡൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആണല്ലേ? ഇന്നലെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു, അറിഞ്ഞിട്ടുണ്ടായി, ഇവർ കണ്ടിട്ടില്ല. ഞങ്ങളൊരു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുമായിട്ട് രംഗത്തിറങ്ങിയതാ. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് എന്താ അഭിപ്രായം? അവരെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആണല്ലേ? അവർ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ ജീവിക്കണം, അവര് പക്ഷേ നന്നാവണം, ലഹരി ഉപയോഗിക്കരുത്. പിന്നെ നോമ്പിലാണോ? നോമ്പിലാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് എന്താ അഭിപ്രായം? ശക്തമായ പ്രതിഷേധം തന്നെ വേണം. ശക്തമായ പ്രതിഷേധം വീടുകളിൽ നിന്ന് വേണം. കാര്യം ഇത് പോലീസുകാർ ഇത് പിടിക്കണുണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് അവരത് നശിപ്പിക്കണമല്ല, എന്നാലല്ലേ ഇത് വിമുക്തമാവുള്ളൂ. അതല്ലാതെ അത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പോലീസുകാർ പാവം രാപകലില്ലാതെ ഓടിക്കൊണ്ട് കിടക്കണേണ്. അവര് ഇത് ചെയ്യണം, അത് നശിപ്പിച്ച് കളയണം. എടുത്തേക്കാം, വന്നാട്ടെ.